മേജർ അദ്ദേഹം പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. പിന്നെ പെണ്ണാവുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതുകൂടെ നടന്നോട്ടെ. ശരിയാണ്. ഏത് കാര്യവും നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് ഞാൻ. കുട്ടപ്പ, വിലാസിനോട് വരാൻ പറയൂ. വാ വാ കഴിക്കണം. അച്ഛാ, ഇവരൊക്കെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിനാണ്? നീ എന്താണ് മോളെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? കുഞ്ഞേ, ഇവൻ എന്റെ മകനാ. നീയും ഇവനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നു. ക്ഷമിക്കണം, എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാണ്. അതെ അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താ? ഞാൻ അറിയാതെ നിന്റെ വിവാഹം നിശ്ചയിച്ചെന്നോ? എന്റെ വിവാഹം തീരുമാനിക്കേണ്ടത് ഞാനാണ്. മേജർ സാറേ, ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. ഇത്ര അന്തസ്സില്ലാത്ത കുടുംബമാണെന്ന് ഞങ്ങൾ കരുതിയില്ല. വാമന് നീ എന്നെ ധിക്കരിക്കാനായോടി? ഈ വീട്ടിന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാൻ കൊന്നുകളി. പുറത്തിറങ്ങിയാൽ മിസ്റ്റർ വിനോദ്, രാജനെ കൊന്നത് നിങ്ങളാണ്. ഇൻസ്പെക്ടർ, പക്ഷേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ തൽക്കാലം എന്റെ കയ്യിലില്ല. ഓഹോ, നിങ്ങൾ ഇതിനാണോ പരുന്തിനെ പോലെ എന്റെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരുന്നത്? അല്ല, പിന്നെ മറ്റൊരു പെൺകുട്ടി കൂടി മരിക്കാതിരിക്കാൻ. ഇതിന് മുൻപൊരു പെൺകുട്ടി മരിച്ചല്ലോ, അതിന് നിങ്ങളുടെ നിയമം എന്ത് ചെയ്തു? നിയമം സംസാരിക്കേണ്ടത് നിങ്ങളല്ല. അപ്പോൾ രാജന്റെ ജീവനേക്കാൾ വില കുറഞ്ഞതാണോ എന്റെ പെങ്ങളുടെ ജീവൻ? രാജന്റെ കൊലയാളി എന്റെ കയ്യിൽ കിട്ടിയാൽ രജനിയുടെ കേസിന് വേണ്ടി ഞാൻ അലയേണ്ടി വരില്ല. ഇൻസ്പെക്ടർ, ഓലപ്പാമ്പിനെ കാണിച്ച് എന്നെ ഭയപ്പെടുത്തരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ നിയമത്തിനോ എന്നെ സ്പർശിക്കാൻ കഴിയില്ല. മിസ്റ്റർ വിനോദ്, മൂർഖൻ പാമ്പിന്റെ പണം കുഴിച്ച പാരമ്പര്യമാണ് എനിക്കുള്ളത്. ഓർമ്മയിരിക്കട്ടെ. ഹലോ, വിനോദാണോ? ഞാൻ വിലാസിനെയാണ്. ചേട്ടൻ എന്നെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ നാം തമ്മിൽ ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്തുണ്ടായെന്ന് പറയൂ. എല്ലാം നേരിൽ പറയാം. ചേട്ടൻ 12 മണി കഴിഞ്ഞ് വന്നാൽ മതി. അപ്പൊ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ശരി, ഞാൻ കാറുമായിട്ട് വരാം. അതൊരു ധൈര്യമായിട്ടിരിക്കും. വിലാസിനി ശരിക്കും എന്റെ വലയിലകപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. രാജൻ എന്റെ സഹോദരിയോട് ചെയ്തതിന്റെ പ്രതികാരം ഞാൻ ഇന്ന് തീർക്കും. കുഞ്ഞെ, കുഞ്ഞെ പറയുന്നത് കേൾക്കൂ. കുഞ്ഞെ, അയ്യോ കുഞ്ഞെ പോകരുതേ. കുഞ്ഞെ
അയ്യോ കുഞ്ഞ്, കുഞ്ഞ് പോവരുത്. മാറി നിൽക്കടാ. ഞാൻ മാറില്ല. കുഞ്ഞ് പോയെന്നറിഞ്ഞാൽ അങ്ങും തന്നെ വെടിവെച്ച് കൊല്ലും. ഇവിടെ എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല. കുഞ്ഞ് അങ്ങനെ പറയരുത്. ഇനിയും ഞാൻ ഈ വീട്ടിൽ കഴിയണോ അല്ലേ? വേണം, വേണം കുഞ്ഞ്. കുഞ്ഞ് പോയാൽ ഈ കുടുംബത്തിന്റെ മാനം പോകും. എടാ, സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തിന്റെ കിടപ്പറയിലാക്കി കൊടുത്ത നീയാണോടാ മാനത്തെ പറ്റി പറയുന്നത്? കുഞ്ഞ്, കുട്ടപ്പൻ നിരപരാധിയാണ്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ വല്ലയിടത്തും പോയി ചാകടാ. ചാകേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുൻപ് ഈ കുടുംബം പൊട്ടിത്തെറിക്കുമായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കുഞ്ഞിന്റെ കൂട്ടുകാരി രജനി മരിച്ചത് ഈ വീട്ടിൽ വെച്ചാണെന്നറിയാമോ? എന്താ നീ പറഞ്ഞത്? എല്ലാം ഞാൻ പറയാം. ഏമാൻ ബാംഗ്ലൂരിലേക്ക് പോയ ദിവസം രാജൻ കുഞ്ഞ് രജനിക്ക് ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു. അത് ശരിയാവില്ല രജനി, ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ ആരും ഇല്ലെന്നേ. പ്ലീസ് വേഗം വരുന്നേ. ഹലോ ഹലോ, ആരാ കുഞ്ഞ പാർട്ടി? ഏത് പാർട്ടി? താന്ന് പോടോ. എന്തിനാ കുഞ്ഞ് ഒടിയന്റെ മുമ്പിൽ മായം തിരിയണത്? ഞാനിതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കില്ലായിരുന്നു. കുട്ടപ്പ കുട്ടപ്പ കുട്ടപ്പ, അതെന്റെ ഒരു ഗേൾ ഫ്രണ്ടാണ്, പേര് രജനി. അന്നോടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരുന്നു. കുട്ടപ്പൻ കണ്ടു കാണും. കണ്ടിരിക്കാം. വീശിക്കാം. എന്തിനാ കുട്ടപ്പ? കുട്ടപ്പ, എനിക്കൊരു ഉപകാരം ചെയ്യണം. പറഞ്ഞു. രജനി ഇന്നിവിടെ വരും. ആരും കാണാതെ അവളെ എന്റെ മുറി പറഞ്ഞു വിടണം. ശ്രമിക്കാം. അങ്ങനെ അങ്ങ് പറഞ്ഞാലെങ്ങനെയാ? എന്റെ കുഞ്ഞിന്റെ ഡാഡി ഇല്ലാത്ത ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചതാ. എന്ത് ചെയ്യാനാ കുട്ടപ്പ? ഒരേ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ എന്ത് വേണം? രജനി കുഞ്ഞ് ഇവിടെ വന്നാ കുഞ്ഞിന്റെ മുറിയിലേക്ക് അയക്കണം. അത്രയല്ലേ വേണ്ടു? ഇത് അവിടെ പിടിച്ചാ മതി. കുട്ടപ്പ കുട്ടപ്പ കുട്ടപ്പ, ഡാഡി പോയില്ലേ? ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ പോവുകയാണ്. Maggie! Maggie! Yes, sir. Get me some drinks. Okay, sir. Close the curtain. എന്തേ പോയിട്ട് തിരിച്ചു വന്നത്? കാലാവസ്ഥ മോശമായതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ.